1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും കർക്കിടകം 1 രാമായണ മാസം ആരംഭിക്കാൻ പോവാണ്. ഇപ്പോൾ രാമായണ മാസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കർക്കിടകം 1 തൊട്ട് കർക്കിടകം 30 വരെ നമ്മൾ രാമായണം പാരായണം ചെയ്യാറുണ്ട്. പണ്ട് തൊട്ട് നമ്മുടെ മുത്തശ്ശിമാരും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അവർ ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു കർക്കിടക മാസം ഫുള്ള് നമ്മൾ രാമായണം മുഴുവനായിട്ട് പാരായണം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മാറിയ സാഹചര്യങ്ങളിലും ഓരോരുത്തർ ജോലി തിരക്കും കാരണം അത് ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അതായത് ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ക്ഷീണത്തെ കാരണം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ചിലർ സമയം കണ്ടെത്തി പാരായണം ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ സമയമില്ലാത്തവർക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആയിട്ട് എളുപ്പത്തിന് പാരായണം ചെയ്യാൻ പറ്റിയ ഒന്നുണ്ട്. അതായത് എൻ്റയർ രാമായണം ഫുൾ പാരായണം ചെയ്യാനാണ് നമുക്ക് ബെറ്റർ, നല്ലത്. അപ്പോൾ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗുരുക്കന്മാരും ആചാര്യന്മാരും അതിനൊരു പോംവഴി കണ്ടെത്തിയിട്ടുണ്ട്. ഏകശ്ലോകി രാമായണം എന്നാണത് പറയുന്നത്. അത് പറ്റുന്ന പോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് അത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. 4 ലൈനാണ് അതിൽ വരുന്നുള്ളൂ. പക്ഷെ അതിൽ എൻ്റെ രാമായണത്തിൻ്റെ എന്താ പറയുക അന്തസ്സത്തെ ഫുള്ളായിട്ട് ആ ഒരു ഏകശ്ലോകി രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാമായണം ഫുള്ളായിട്ട് വായിക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ വായിച്ച് പാരായണം ചെയ്ത് പോവുക. അതിന് പറ്റാത്ത ആളുകൾ ഈ ഒരു കർക്കിടക മാസം തൊട്ട് നമുക്ക് പറ്റുന്ന പോലെ ഫ്രീ ടൈമിൽ ഈ ഏകശ്ലോകി രാമായണം പാരായണം ചെയ്യാം. അപ്പം ഞാനതിൻ്റെ ഒരു ഫോട്ടോ ഞാനിതിൽ കാണിക്കാം. അപ്പോൾ അതെല്ലാവരും മനപ്പാടാക്കാൻ എളുപ്പമാണ്. വീട്ടിലാണെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരു ബുക്കിൽ, അതുപോലെ അല്ലാതെ നമുക്ക് നാമജപത്തിൻ്റെ കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ടാവും. ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏകശ്ലോകി രാമായണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാരായണം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണഹനനം ഏതധീ രാമായണം.